Audience. മോനെ ഓ നീയാടാ ബുദ്ധിമാൻ. നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു സമാധാനായി. എനിക്കറിയാം, ഇല്ലെങ്കിൽ അവിടെ ഒരു കൊലപാതകം നടക്കും. എന്ത് കൊലപാതകം? നടക്കും അവിടെ. ഞാൻ വന്നപ്പോ പോലെ ചോദിക്കുന്നുണ്ട്, രാത്രി എന്നെ കൊണ്ട് പട്ടാളം എടുപ്പിച്ചു വെച്ചിപ്പോ ചാടി ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്തോ. തങ്കചേട്ടത്തി കനമച്ചമ്പി അമ്മയും കൂടെ തറവാട് വൃത്തിയാക്കാം. ആരൊക്കെ ഒന്നുകൂടെ പറടാ നീ. ബഹുമാനപ്പെട്ട പ്രമുഖന്റെ ഭാര്യ പ്രമുഖിയും അമ്മായി അമ്മയും പൊന്നാങ്ങളയുടെ തറവാട് വൃത്തിയാക്കാൻ അങ്ങോട്ട് പോയി. ആരാണ് ഒന്നുകൂടെ പറയാതെ? പൊന്നാങ്ങള. അവന്റെ പേര് പറ. കടത്തനാടൻ കനകൻ. അവനാണ് കുഴപ്പം. കനകനും തങ്കവും ചേച്ചി മാത്രം വരാൻ എന്താ കാരണം? കനകൻ ഒരു ഭാര്യയല്ലേ? ഇല്ലേ? തങ്കത്തിനൊരു ഭർത്താവില്ലേ? ഇവരെന്താ കൂട്ടാഞ്ഞിവര്? ഭർത്താവേദം അത് മനസ്സിലായില്ലേ? അവിടെയാണ് വർഗീയത. ആൾക്കാര് ചെന്ന വഴിക്ക് ഞാൻ ചോദിച്ചു ക്ലിറ്റോ, നമ്മളൊരു മര്യാദയുടെ പേരിൽ ചെന്ന വഴിക്ക് ചോദിച്ചു, ചേച്ചി മകനും മകളും മാത്രമേ ഉള്ളൂ, മരുമക്കളവിടെ? അതവർക്ക് പിടിച്ചില്ല. ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത മരുമോൻ, എന്നോടൊരു വാക്ക് അല്ലെങ്കിൽ അമ്മ പറ, ഞങ്ങൾ വീട് വൃത്തിയാക്കാൻ പോണടാ, മരുമോനെ നീ വരുന്നോ? അല്ല എൻ്റെ ഭാര്യ അവൾക്ക് എന്നോടൊരു വാക്ക്, ഞങ്ങളെ അമ്മയുടെ തറവാടൊന്ന് വൃത്തിയാക്കി അവിടെ കുറേ ഇതായിട്ട്. അല്ലെങ്കിൽ മറ്റവൻ എൻ്റെ ശത്രു, അവൻ പറയില്ലല്ലോ, ശത്രു അല്ലേ? കനകൻ പോലീസല്ലേ? കള്ളൻ മെക്കാനിക്കൊന്നല്ലല്ലോ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാട്ടില് എൻ്റെ ചേച്ചിയും മക്കളും വൃത്തിയാക്കാൻ വന്നോണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അവര് ക്ലീൻ ചെയ്തോട്ടെ. പക്ഷെ ഞാൻ ആ വീട്ടിലെ ജനിച്ചു വളർന്നല്ലേ, എനിക്കൊരു നിലയും വലിയില്ലേ ഉണ്ടല്ലോ. അവനില്ലാത്തവൻ എന്താ ഉള്ളത്? ഈ കനകൻ എന്റെ ഈ ഒക്കത്തിരുന്ന് മൂത്രമൊഴിച്ച് തൂറി വളർന്ന ചെക്കനല്ലേ അവൻ. അവൻ എന്നെ ഉപദേശിക്കാവോ? അവൻ ഉപദേശിയല്ലേ, അവൻ വല്ല എവിടെയെങ്കിലും വല്ല ഉപദേശിയായിട്ട് പോകേണ്ടവല്ല. ഹോളിലൊരു ഫാന് നിൽക്കും, അത് കറങ്ങണില്ല. ഞാൻ പറഞ്ഞു, കനക അതിനൊരു കപ്പാസിറ്റർ വാങ്ങി വെക്കണം എന്ന്. എടുത്ത വഴിക്കവൻ അത് കപ്പാസിറ്റർ അല്ല, മോട്ടർ കത്തിപ്പോയതാണ്. എന്റെ എത്ര കപ്പാസിറ്റർ അവനുണ്ടോ? അവനെ കപ്പാസിറ്ററുള്ള കപ്പാസിറ്റി ഇല്ല. അവന്റെ കപ്പാക്കുറ്റി നോക്കി പറഞ്ഞ കൊടുക്കാതെ അമ്മാവൻ എന്നെ ഉപദേശിക്കണവൻ. അവന്റെ അമ്മാവാ അവളുള്ളോടത്തൊക്കെ പ്രശ്നമാണ്. എങ്ങനെ? അവളുള്ളോടത്തൊക്കെ പ്രശ്നം. എനിക്കിത് കേൾക്കണം. എന്റെ അമ്മാവന്റെ വായിന്നത് കേൾക്കണം. എനിക്ക് എന്റെ അമ്മാവ സത്യം ഞാൻ പറയും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഇവിടെ പറയുന്നത്? ഞാൻ പ്രശ്നക്കാരൻ ഇല്ലേ? അവൻ പ്രശ്നം വെച്ചാൽ പോലും അവൻ പ്രശ്നം. ഞാന് എന്ന മക്കൾ ഇതൊക്കെ നിങ്ങൾ വൃത്തിയാക്കി നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തങ്ങമ്പോളെ ഞാൻ കുറച്ച് കപ്പ എടുക്കാം. ആ കപ്പ കൊടുന്നിട്ട് കുറച്ച് ബീഫ് ഇട്ടിട്ട് നമുക്ക് വൈകുന്നേരം അതൊക്കെ വെച്ച് ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വെട്ടത്തെടുക്കുമ്പോൾ ഇങ്ങോട്ട് ചാടിയിട്ട് എന്നോട് പറയാം, ഇവിടെ ഞാൻ നിങ്ങൾക്ക് കപ്പയും ബീഫും വെച്ചാലല്ല വന്ന് വൃത്തിയാക്കാനാ വന്നു. അമ്മാവാ ഇതെന്താ അറിയോ? പൈസ ചെലവാകണല്ലോ. കപ്പയും ബീഫും ഇല്ലേ? എനിക്ക് കപ്പയും തിന്നണം, ബീഫിന്റെ എല്ലാം കറിയും വെച്ച് തിന്നണം. അമ്മാവന് ഞാനും എൻ്റെ അതിനോട് എല്ലാം കപ്പ അങ്ങനെ വെച്ചിപ്പോ തരും. രണ്ടുകൊണ്ട് വേറെ രാട് മേടിക്കാൻ പണി 12 മണിയാണായി. വീരാനാണോ ഓർക്കണം 5 മണിയോ? നീ ഇത് ഞങ്ങളിത് ഫിക്സ് ആയിരിക്കുന്ന നാളെ നേരം വെളുത്തുള്ള കാര്യമാണ് പറയണം. ഇപ്പൊ തരുമോ? ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ കിടന്നു. നാളെ കാലത്ത് നേരത്തെ നീ എന്നെ വിളിക്കുക, ഞാൻ പൈസ എടുത്ത് തരും. നല്ല കപ്പയും ബീഫും മേടിച്ചിട്ട് നീ വരിക. ഞാൻ വെച്ച് പറ്റും കുറഞ്ഞോട്ട് മേടിച്ചോ. ഇതെവിടെ പോയി? കടേ എന്ത് വാങ്ങിക്കാൻ? എല്ലും കപ്പേ. ഹോട്ടലിൽ പോയി വാങ്ങിച്ചാ? ചന്തയിൽ പോയി ഇറച്ചി വെട്ടുകാരനെ ഇത് തുടയെല്ലും എല്ലും കൂടെ സെപ്പറേറ്റ്, തുടയിറച്ചി എല്ലും കൂടെ സെപ്പറേറ്റ് മേടിച്ച് കപ്പയും മേടിച്ചു. അതിനവിടെ ചേച്ചിയില്ലല്ലോ, ആരുണ്ടാക്കാനാ? നിങ്ങൾ ചേച്ചിമാർക്ക് മാത്രമേ എല്ലും കപ്പ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. എനിക്കറിയത്തില്ല എന്തായാലും. ഇല്ലി പെണ്ണും വരണ്ട. ആരുണ്ടാക്കാൻ പോണേ? ആരാധനായ ക്ലീറ്റസ് പട്ടായി ഫസ്റ്റ് കാര്യമായിട്ടൊന്ന്. അതായത്
ഗിരിരാജൻ മാമ കൂട്ടുകാരന്റെ വീട്ടിലെങ്ങാണ്ട് പോയപ്പോ അവർ എല്ലും കപ്പ ഇറച്ചിയല്ലേ താത്തി വെക്ക്. എല്ലും കപ്പ എങ്ങാണ്ട് കൊടുത്തു. ആ അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ നിന്നെ പറഞ്ഞപ്പോ ക്ലീറ്റസ് മച്ചമ്പി പറഞ്ഞു റെഡിയാക്കി തരാന്ന് പറഞ്ഞു. ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞു. ആ, മച്ചമ്പിക്ക് അതിന്റെ കൂട്ടറിയാം. പിന്നെ കൂട്ട് ലില്ലിന്ന് വിളിച്ചേക്കുന്നത് ലില്ലിന്ന് വിളിക്കും. വെന്ത് കഴിഞ്ഞിട്ട് അവിടെ കഴിക്കാനായിട്ട് വിളിക്കുമ്പോ ഒന്ന് കഴിച്ചാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോഴല്ലാതെ എന്നെ വിളിച്ചേക്ക് വിളിക്കത്തില്ല. ഒരു ഉള്ളി പോലും വിളിക്കാൻ എന്നെ വിളിച്ചേ. വേണ്ട, എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും. എന്നാ ചെല്ല്, പെട്ടെന്ന് പണി നടക്കട്ടെ. പെണ്ണുങ്ങൾ കാങ്കാരം നിങ്ങൾക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. അങ്ങോട്ട് സൂപ്പറായിട്ട് വെക്കുന്നു. എന്നാ ചെല്ല്, പെട്ടെന്ന് വേണ്ട. കള്ളം കൂട്ടി അടിക്കാൻ എന്താണ് പാട്ട് പാടിയതാ ലില്ലിപ്പെണ്ണ. എനിക്ക് മനസ്സിലായി, കള്ളന്നല്ലേ പറഞ്ഞു. ഞാൻ ചേച്ചിനെ വിളിച്ച് പറയുവേ. ആ എഴുതാ പകുതിയും കേടാ. എന്ത് ചെയ്യുമെന്നാണ് ഒരു സാധനം ഇപ്പോൾ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത. ആരമ്പാ കുറേ നേരമായിട്ട് കണക്കാണെന്ന് അടിക്കണായിട്ട്. അത് കനകനാടാ. അവനെ വിളിച്ച അവൻ 4 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. അവസാനത്തെ വോയിസ് മെസ്സേജ് വിട്ടേക്ക്. എന്തെന്ന് അമ്മാവ നിങ്ങൾക്ക് അല്ലെങ്കിലും കുറച്ച് കൂടുതലാണ്, ഫാനിൻ്റെ മോട്ടറാണ് കത്തിപ്പോയിന്, അല്ലാണ്ട് കപ്പാസിറ്റർ അല്ല. ശരി. അപ്പം വരണതിൻ്റെ മുമ്പേ ആ നമുക്ക് വേഗം സംഭവം കഴിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പോകണം. ഞാനൊരു കാര്യം പറയട്ടെ. അവന് വേറെ ദേഷ്യവും തോന്നിയത് എന്നോട്. അമ്മ ഇത്തിരി എടുത്ത് കേട്ടാൻ കൂടുതലാ. അവൻ പറഞ്ഞ അത് കപ്പാസിറ്റർ അവന് അറിയാമല്ലോ മോട്ടറാണ് പോയത്, അതുകൊണ്ടല്ലേ അവൻ പറഞ്ഞു. പിന്നെ ചാടി കയറി എന്തിനു തർക്കിക്കാനൊക്കെ പോയത്. ഈ ഇന്നലെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു. എടാ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അപ്പം അത് നോക്കാണ്ട് വരുന്നോണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. അതെ, ഇനിയിപ്പോൾ അവൻ വരണതിൻ്റെ മുമ്പ് എനിക്ക് പോകണം. പോവാം, അത് ടെൻഷൻ അടിക്കില്ല, അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനേ. ചെക്കൻ്റെ പോയിട്ട് വരാത്തവൻ വരട്ടമ്മ വന്നു. നീ ഇത് എവിടെ പോയി കിടക്കുന്നത്? സാധനങ്ങൾ മേടിക്കണ്ടേ? എടാ കനകനും തങ്കൊക്കെ വരണതിൻ്റെ മുമ്പ് ഈ സാധനങ്ങളൊക്കെ വെച്ച് 2 അടിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പോകണം. ഞാനും അവനും തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടി ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടക്കും. ഞങ്ങൾ ശ്രീലങ്ക ഇവിടെ നിൽക്കില്ലേ, ഞങ്ങൾ നോക്കി നിൽക്കുമോ? ധൈര്യമായിട്ട് ഇല്ല, അങ്ങനെയൊക്കെ പേടിക്കില്ലേ. എവിടെ അതൊക്കെ എടുക്ക്, നോക്ക്. എല്ലാം കിട്ടിയടാ. നീ എന്താ താമസം? പട്ടാളം രവിയണ്ണന്റെ ഭാര്യ മുറ്റത്ത് തന്നെ നിൽക്കുക. എനിക്ക് കുപ്പി വേണമെന്ന് അങ്ങനെ അടുത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ മതിലേ പോന്ന് പറഞ്ഞു. അവസാനം അട്ടഴി പ്രയോഗം നടത്തി. എന്ത് ക്ലീറ്റ മച്ചമ്പിക്കാണെന്ന് പറഞ്ഞു. അവരെടുത്ത് പറഞ്ഞാ? അല്ലാതെ നാളെ എൻ്റെ വില കട. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ, 10 ആളറിയുന്ന ഒരു പ്രവർത്തകനാണ് കേട്ടാ. പിന്നെ ഏത് പ്രവർത്തകനാണ് അതൊക്കെ ഇല്ലാത്തത്? പിന്നെ വള്ള അതൊക്കെ ഞാൻ റെഡിയാക്കാം. നീ പോയിട്ട് ഗ്ലാസ് അടങ്ങ്, സമാധാനപ്പെടില്ല. അവർ വരുമ്പോഴേക്കും വേണ്ട റെഡിയാക്കണം. ഇത് കപ്പ അരി എല്ലാം അരിയാം. ബീഫ് എവിടെ? ബീഫായിരിക്കണം. നീ ആദ്യം കൊണ്ടുപോയി ഒരെണ്ണം ഒഴിച്ചു കൊടുക്കും, ഞാൻ സെറ്റ് ചെയ്യാം. വെള്ളത്തിലിട്. ഓ ഇടാ ഇടാ. ഇത് വേഗം മുറുക്കിട്ട് അങ്ങനെയാണ് കറക്റ്റ് മുറിച്ച് വേഗം. എന്റെ അമ്മാവ് നടങ്ങ്. ഇങ്ങനെയുണ്ട് കപ്പ മുറ്റിയതാണല്ലോടാ കപ്പ. ഇളം കപ്പ വാങ്ങിക്കണ്ടേ? അതേ ഉള്ളൂ. ഇതൊക്കെ ടേസ്റ്റ് കിട്ടുമോന്ന് അറിയില്ല. അടിച്ചിട്ടൊന്ന് പൊളിക്കാം. എന്നാ പിന്നെ അമ്മാവൻ പൊളിക്കത്. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് വെച്ചോ, നല്ല സാധന. എഴുതിയാടാ നീ? എന്തെഴുതാഞ്ഞത്? ബൂസ്റ്റാണേ, കുടിക്കണേ, ചെറിയ ചൂടുണ്ട്. എഴുതിയാ? ഒന്നും എഴുതിയില്ലേ? എടാ നീ ആള് കൊള്ളാല. എന്തെഴുതാഞ്ഞത്? ബോറടിക്കുന്നു മാമി. നല്ല ചേച്ചി സയ്യ ചേച്ചി ഇല്ലാത്തോണ്ട്. അവരിപ്പോ വരുമല്ലോ. എന്നെ കൂടെ സ്കൂളിൽ കൊണ്ടുപോകാത്ത എന്താ? എടാ അവര് ട്യൂഷനല്ലേ പോയിരിക്കുന്നത്. നീ എന്താ കുഞ്ഞിന് എന്താ മാമി ട്യൂഷന് വിടാഞ്ഞത്? എന്താ വിടാഞ്ഞത്? കുഞ്ഞിന് ചുമയായതുകൊണ്ടല്ലേ. ആ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചുമയും പനിയുള്ളവരൊന്നും ട്യൂഷന് വിടരുത്, അവിടെ വേറെ കുറെ പിള്ളേരുണ്ട്, അവർക്കൊക്കെ പിടിക്കുമെന്ന്. അതുകൊണ്ടല്ലേ വിടാഞ്ഞ. ചുമ മറിക്കഴിഞ്ഞാൽ കുഞ്ഞു നാളെ തൊട്ട് ട്യൂഷൻ വയ്ക്കോ? അല്ല, എന്റെ സമയത്ത് ഇപ്പൊ മാറിയല്ലോ, കുറവുണ്ടല്ലോ. എവിടെ മാറിയാ? അപ്പൊ പിന്നെ ഇപ്പൊ കേട്ടത് എന്തുവാ? എന്തുവാടാ? ചുമ്മാ നീ ആക്ഷൻ കാണിച്ചാണോ? ചുമ്മാ ആക്ഷൻ കാണിച്ചാണോ? മാറണമെങ്കിൽ നാളെ വിടാം കേട്ടാ. ഇന്നിപ്പോ എന്തായാലും ട്യൂഷൻ കഴിയാറായിട്ടുണ്ട്. നാളെ പോവാം നമുക്ക് ട്യൂഷൻ. ഇപ്പൊ കുഞ്ഞിത് എഴുതിക്കേ. ഇതെഴുത്. 5 പ്രാവശ്യം എഴുതിയാൽ മതി. ഇത് 5 പ്രാവശ്യം, ഇത് 5 പ്രാവശ്യം, ഇത് 5 പ്രാവശ്യം. ഇത് എഴുതി തീരുമ്പോഴത്തേക്ക് മാമി ഇപ്പൊ ഓടി വരാം കേട്ടാ. അല്ല മാമി, എനിക്ക് ഡാൻസ് പഠിപ്പിച്ചോ? നിനക്ക് എന്തൊക്കെ പഠിക്കണം? ഡാൻസ് പഠിപ്പിച്ചതാ. ഇഷ്ടമാണോ കുഞ്ഞിന് ഡാൻസ്? എങ്ങനത്തെ ഡാൻസ് വേണം? മാമിയൊക്കെ കളിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ മറ്റേ ക്ലാസിക്കൽ ഡാൻസ് വേണോ, അതോ സിനിമയിലുള്ള പാട്ട് അങ്ങനത്തെ ഡാൻസ് വേണോ? ഏതെങ്കിലും മതി. സിനിമ എടുത്തു. സിനിമയിലുള്ളത് മതി. ഡിസ്കോ പോലെ അത് മതിയോ?
സ്കൂളിലുള്ള എല്ലാരും എന്നെ കളിയാക്കുന്നു. എന്ത് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ആഹാ ഏതോ കൊച്ചാണ് എന്റെ കൊച്ചിനെ കളിയാക്കിയത്? മാമി ഇന്ന് വരുന്നുണ്ടല്ലോ സ്കൂളിലോട്ട്. നമ്മക്കേ മാമി ഒരു ഡാൻസ് പഠിപ്പിച്ചു തരാം. എന്നിട്ട് ഇനി സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലേ, അതിന് നമുക്ക് ഈ കളിയാക്കിയ പിള്ളേരെയൊക്കെ അങ്ങ് ഞെട്ടിക്കാം. മാമി പഠിപ്പിച്ചു തരാം കേട്ടാ. ശരിക്കും പഠിപ്പിച്ചു തരാം. കുഞ്ഞിന് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞാൽ മതി, മാമി അത് പഠിപ്പിച്ചു തരാം. പക്ഷെ ഇതിപ്പോ എഴുതണം, ഇതെഴുതണം. എഴുതുമല്ലോ. എത്ര പ്രാവശ്യം എഴുതും? 5 പ്രാവശ്യം എഴുതും. ഇതെന്തുവാ പറഞ്ഞേ? ഇതെന്തോ ഒന്ന് വായിച്ചേ, വായിക്കേ. ഇതെന്തക്ഷരവാ? കത്ത് എഴുതും 5 പ്രാവശ്യം. എന്നിട്ട് ഇടയ്ക്കിതേ അതെടുത്ത് കുടിക്കണം കേട്ടാ. എഴുതി കഴിയുമ്പോ മാമിനെ വിളിക്കണേ കേട്ടാ. അമ്മാവൻ കഴിയണം. അമ്മാവൻ അല്ല ഇത് മാത്രല്ല, അവിടെ ലില്ലിക്ക് അവിടെ ഇല്ലേ? എല്ലാരും ഉണ്ട്. എന്റെ കുട്ടികൾ വരാത്ത. അമ്മാവ ഇത് കഴിച്ചിട്ട് എന്നോട് പറ. കഴിച്ചു ചോറ് കഴിച്ചപ്പോ അമ്മാവൻ അറിയോ, അപ്പൂട്ട സാറിന് എന്നോട് ഇത്ര സ്നേഹം വരാൻ കാര്യം എന്താ? അവിടുത്തെ കുക്ക. ഞങ്ങള് ഒരു പ്രാവശ്യം കല്ലാറ് പോയി, കല്ലാറ്, പൊന്മുടി കല്ലാറ്. പോകുന്ന വഴി അപ്പൂട്ട സാറിന് കപ്പ തിന്നണം. ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് കപ്പ വാങ്ങിച്ചു. ഞാൻ പറയുന്നു, കപ്പ വാങ്ങിച്ച് കല്ലാറ് കൊണ്ട് അടുപ്പിൽ തീ കൂട്ടി കല്ലാറ്റിൽ നിന്ന് മീനും പിടിച്ച് മീനിട്ട് കപ്പ വെച്ചു കൊടുത്തു. മീൻ കപ്പ ഇതുപോലെ ഇളകിയ. ശരി, അപ്പൊ അപ്പുട്ട സാറിന്റെ കുക്കാണ് വേൻ, രാഷ്ട്രീയക്കാരനല്ല. കൊടക്കാളെ വെച്ചാൽ അപ്പോൾ സാറിന്റെ നന്നായിട്ട് പാചകം ചെയ്യും. ആരുവനോ? പിന്നെ ഇവിടെ ഒന്നും വെക്കണ വാ വാ വാ, ഇത് ചൂടോടെ കഴിക്കലൊക്കെ കഴിഞ്ഞാ? നിങ്ങളിത് എവിടെ എന്താ എത്ര നേരം? ഞാൻ ചോറ് തിന്നതേ ഉള്ളു. കുഞ്ഞിവിടെ ഇരുന്നു. എന്തിനിപ്പോ ചോറ് തിന്നത്? ഇത് കഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് കഴിയുമ്പോ കഴിച്ചോളാം. അത് അവന് കൊടുക്ക്. അവന് ചോറ് വേണ്ടെന്ന്. നിനക്ക് ഇത് വേണോ? ഇത് വേണ്ടേ? ഇത് ഉണ്ടാക്കണം കേട്ടോ, അവന് ചോറ് വേണ്ടെന്ന്. പപ്പയുടെ സ്വന്തം ഇത് ഇല്ല. മക്കളെ ഡാഡി ഉണ്ടാക്കിയാണ്. ഞങ്ങള് കൂടിയില്ലേ? തന്തപ്പോ ചുമ്മിയുണ്ടോന്നാര്? എല്ലാരും ഉണ്ട്, ഓക്കെ. പക്ഷെ അമ്മ ഉണ്ടാക്കണതാണ്, ഡാഡി ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. തങ്കത്തിന്റെ കൈപ്പുണ്യം എന്നല്ലവന് അടിപൊളി എരിവൊക്കെ. ഇത് ഞങ്ങളെ അമ്മച്ചിട അത് എടുത്ത് കഴിച്ചാലൊന്ന് ഞാൻ പിന്നെ കഴിച്ചോളാം. അടിപൊളി. അവളെ കെട്ടിയാൻ കൊടുത്താലും കുഞ്ഞുനാട് പോലെ എല്ലാ പരീക്ഷണവും ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. എന്റെ ജാതകത്തിലുള്ളതാണ്. എനിക്കൊരു ആഗ്രഹം വന്നാൽ അതപ്പം നടക്കും. നിങ്ങൾ ഇവിടെ കപ്പ ഇറച്ചി ഉണ്ടാക്കുവായിരുന്ന അതാ? അതാ വെള്ളത്തിൽ ആറാടുവായിരുന്ന കള്ള്? മോളെ, ഈ കപ്പ വേവണതിന് ഊർജ്ജമാണ് ഗ്യാസ്. ഈ പണി ചെയ്യാൻ ഞങ്ങളെ ഊർജ്ജമാണ് ചെറുത്. ഞാൻ ഈ നിലയിൽ അടിച്ചിങ്ങനെ പിറ്റായിരിക്കാൻ കാരണം ആരാ? എന്റെ കെട്ടിയ അമ്മാവൻ ഒരു ദിവസം കള്ളു കുടിക്കാൻ ഓരോ കാരണം വേണ്ട. അതിന് ഇന്നത്തെ കാരണം എന്റെ ഏട്ടനാക്കി ഓടുന്നു. പലയിടത്തും കിടക്കണ പാവടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെയല്ല ലില്ലേ, ഞാൻ പെറ്റ് വളർന്ന എന്റെ തറവാട്ടില്. എന്നെ പെറ്റ് വളർന്നു, ഞാൻ പ്രസവിച്ച് വീണ് വളർന്ന എന്റെ തറവാട്ടില്. എന്റെ വാക്കിനൊരു വിലയില്ല എന്ന് പറഞ്ഞ അമ്മാ, അതിൻ്റെ ഒരു റിക്വസ്റ്റ്, വാടച്ചു വെച്ചിട്ട് കഴുകി, ഇല്ലെങ്കിൽ ഗ്രേവി കൂടും. ഇതിപ്പോ കറക്റ്റ് പാകത്തിന് ഇരിക്കും. അടച്ചു വെച്ചിട്ട് ഇത് കഴുകി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കുടിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും മൂലക്ക് കിടന്ന് ഉറങ്ങി കെട്ടിറക്കിക്കോ. അല്ലെങ്കിൽ ചേച്ചി വരുമ്പോ ഇവിടെ ഭൂകമ്പമായിരിക്കും. നീ ആരെടുത്ത് പൊടിയായിരുന്നു അവളെ തന്നെ പിടിച്ച മൂക്കിലേറ്റു. ഞാൻ അവരുടെ അമ്മാവനെ, എന്റെ ഭാര്യയാണ് അവള്. ഈ അമ്മാവനും പോകും, റൊണാൾഡോ അച്ചാച്ചൻ രക്ഷപ്പെടും. പെടാൻ പോണത് ക്ലീറ്റോ ചേട്ടനായിരിക്കും. ഒന്നുമില്ല, അങ്ങനെ തുമ്മേ തീർക്കണ മൂക്കാണെ ഞാൻ പോട്ടെന്ന് വെക്കും. വിടും ഞാൻ നേരെ പാർട്ടി ഓഫീസിൽ. എന്നിട്ട് അവിടെ കിടക്കും ഞാൻ. എത്ര നാള് കിടക്കും? എത്ര നാൾ എന്നെ അവിടെ എന്റെ പാർട്ടിന് സംരക്ഷിക്കും. അമ്മയും മക്കളും എപ്പോഴാ കയറി വരാന്ന് അറിയില്ല. ഒരു സ്വല്പം പോലും ബാക്കി വെക്കരുത്, മുഴുവൻ തിന്നു തീർത്തായി. നീ ആ ബാക്കിയുള്ള എടുത്ത് കഴിക്കും. അതെന്തൊരു ഭാഷ അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ അവർക്കൊരു തുള്ളി കൊടുത്തു വരുന്നിട്ടോ. ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നോ, ഞാൻ മുഴുവൻ കഴിച്ചിട്ട് പോകും. അമ്മാവ അങ്ങനല്ല, നമ്മളൊരു മര്യാദ കാണിക്കണം. അവർക്ക് ഇതിന്റെ രുചി അറിയാൻ കൊടുക്കണം. കൊടുക്കരുത്. അല്ല, കൊടുക്കണം. ഇങ്ങനെ കഴിച്ചു അതിന്റെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞു കൊതിപ്പിച്ച് കൊല്ലണം അവര്. ബാക്കിയുള്ള മുഴുവൻ പിന്നെ ആരും ഇത് കഴിച്ചിട്ടില്ലല്ലോ. ഉണ്ടാക്കി കഴിച്ചിട്ടില്ലല്ലോ. എന്റെ ചെക്കനെ എന്റെ മോനെ
അടിപൊളിയല്ലേ? അമ്മ ഉണ്ടാക്കുന്ന ഡാഡി ഉണ്ടാക്കുന്ന സൂപ്പർ. രണ്ടുപേരും ഉണ്ടാക്കണ കൊള്ളാം. ആ അങ്ങനെ പറ, രണ്ടുപേരും ഉണ്ടാകുന്ന വഴക്കും വെക്കാണോ സൂപ്പറാ. കൂടുതൽ ഉണ്ടാക്കല്ലേ മതി. നിനക്കുള്ളത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് കൊണ്ട ഇച്ചിരി കോരികൂടെ എടുത്തോണ്ടായാലും വേണം. ആ പാവം വടിച്ചെടുത്തിരും ഒക്കെ എടുത്തോണ്ട് വാ. ഒരു എല്ലും കഷം മുഴുവൻ കൊടുക്കുന്നു. അഴുക്കാക്കിയിട്ടേക്കുന്നത് അതും കൂടെ 3 പേരും കൂടെ കഴുകി വെച്ചോണം. ഇല്ലിപ്പെണ്ണ മോനെ കഴിവിടാ. അതുകൂടെ എന്നെ ഒരു ഉള്ളി പൊളിക്കാൻ പോലും വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഉള്ളി വിളിക്കാനുള്ള കഴിയണമല്ലോ. എന്തൊരു ശബ്ദം ഇത്? ഗ്യാസ് കയറിയാ? ഉള്ള കപ്പ എല്ലാം കൂടെ തിന്നിട്ടായിരിക്കും ദൈവമേ. കപ്പ ഗ്യാസാ അറിയായിരുന്നല്ലോ അത്. വാശിക്കുന്നല്ലേ? അപ്പൊ പിന്നെ വാശിക്ക് നമുക്ക് വിട്ടിരുന്നു. ജീരകെട്ടിരി വെള്ളം, ജീരകെട്ടിരി വെള്ളം കുടിച്ചാലോ? ആരെയിലുണ്ടോ അവിടെ? അവിടെ ആരെയിലുണ്ടോ? ആരെ വിളിക്കാനാണ്? എല്ലാം കുടിച്ച് ലക്ക് കേട്ടിരിക്കുക. ഞാൻ ആരെ പോയാ വിളിക്കേണ്ടത്? ഒരു ഗുളിക കിട്ടിയ, ഗ്യാസിന്റെ ഗുളിക. ഇതിപ്പോ ആരെ പറഞ്ഞു വിടും? ഞാൻ തന്നെ പോണ്ടി വരും. റൊണാൾഡിനെ വിളിക്ക. അച്ചാച്ചാ, അതും ഒക്കെ ഫിറ്റ് ആയിട്ട് നിക്കുകയാണ്. അച്ചാച്ചാ വന്നേ. ഭക്ഷണം കഴിച്ച ഫിറ്റൊക്കെ ഇറങ്ങുന്നേ. എന്തു വെച്ചാ ഒരാൾക്ക് ഗ്യാസ് കയറി. ആ കപ്പ അടിച്ചല്ലാണ്. ചെയ്യാം 90 കുരുമുളക് അടിക്കാൻ പോറും. ഒരു 90 ഡ്രൈ ആയിട്ട് കുരുമുളക് ഒന്ന് പോടാണ്. ഭക്ഷണം കഴിച്ചതിന്റെ പുറമെ അന്ന് വേണ്ട. ആ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞാലേ ഗ്യാസിന്റെ ഗുളിക കിട്ടും. ഗ്യാസിന്റെ ഗുളിക തരും. ഒരു ഗുളിക അടിച്ചപ്പോ ഗ്യാസ് പോകും. ഒരു ഗുളിക അടിച്ചിട്ടോ. പൈസ പൈസ 5 രൂപയുടെ വരുള്ളൂ. ബീഫ് അങ്ങനെ തന്നിട്ട് ബാക്കിയില്ല കയ്യില്. വേറെ എന്തെങ്കിലും വേണോ? വേറൊന്നും വേണ്ട, അത് വാങ്ങിച്ചോണ്ട് വാ. ഒന്നുണ്ടോ ഗുളിക അടിച്ചു? മറ്റേ വെളുത്തുള്ളി ചതച്ച് കൊണ്ടുവരട്ടെ. ആ വെളുത്തുള്ളി കൊണ്ടാ. വെളുത്തുള്ളി ശരി. വലിയ പാട് തന്നെ അമ്മാവാ ഇത്. അമ്മാവാ, അമ്മാവാ, അതിൽ കൂടെ അങ്ങ് പോയാ? അമ്മാവോ, എന്തായി അടങ്ങിയില്ലേ? കഴിഞ്ഞോ? അപ്പൊ ഒരു പ്ലേറ്റ് അല്ലേ കഴിഞ്ഞത്? എത്ര പ്രാവശ്യം ഇപ്പൊ പോയി ബാത്റൂമിൽ? കുറച്ച് എല്ലും കപ്പ അമ്മാവൻ കഴിച്ചു. 4ാമത്തെ പ്രാവശ്യമാണ്. ഇനി ആന്തരിക അവയവങ്ങൾ മാത്രമേ പോവുള്ളൂ, ബാക്കിയൊക്കെ പോയി. അല്ല, അത് എങ്ങനെ സംഭവിച്ചത്? ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ള? നീ എന്ത് കപ്പയും ബീഫാണ് ഉണ്ടാക്കി? അന്താ അമ്മ അങ്ങനെ സംസാരിക്കില്ലേ? അമ്മ അല്ലേ പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് നല്ല രുചി എന്ന് പറഞ്ഞൊരു കുറെ കഴിച്ചില്ലേ? വെളിവില്ലാതെ തിന്നുമ്പോ എല്ലാം ടേസ്റ്റ് ആയിട്ട് തോന്നും. ഇനിയിപ്പോ ഇറങ്ങിയപ്പോഴല്ല അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണേ. അതെ, അല്ലെങ്കിൽ അടുക്കളയിലെ പാചകം പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള, ആണുങ്ങൾ ഇടപെട്ട അങ്ങനെ ഇരിക്കും. തുടങ്ങി. ഇനി എന്റെ മണ്ടയ്ക്ക് പഴിയായിരിക്കോ? അത് പവിറ്റോടുള്ള ദേഷ്യത്തിന് അത് മുഴുവൻ തിന്നും ചെയ്തു. അവരുടെ ശാപം വല്ലോ ആന്നാ? വയറ് തിളക്കുന്നുണ്ടോ? തിളക്കുന്ന? ആ, എവിടെ തിളക്കുന്നു? തിളക്കാന്ന് പറഞ്ഞാൽ പുളിപ്പുളി പുളിപ്പുളിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പ പോണം. അയ്യോ, ഈ മറ്റേ ഏമ്പക്കം അത് പോണല്ലോ ഇപ്പൊ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ, പാചകം ചെയ്യണ സമയത്ത് വെള്ളടിക്കരുത്. അമ്മാവ ഞാൻ എല്ലാം കറക്റ്റ് ചേരുവാണ് ചേർത്തത്. ഞാൻ എപ്പോഴും ഉണ്ടാക്കണ പോലെ അപ്പൊ അത് പറഞ്ഞു. അമ്മാവന് ഇല്ലേ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ നമ്മളെ മോശം. എന്തായി? അതൊന്നും പറയണ്ടല്ലോ മോളെ. ഒരു രക്ഷയില്ല കുട്ടിയെ, പോയിക്കൊണ്ടേയിരിക്കാം. ആണോ? ഞാൻ അപ്പോഴേ അമ്മാവനോട് പറഞ്ഞാണ് വലിച്ചു വാരി തിന്നല്ലേ. അവർക്ക് വേണ്ടി ഒരു ഇച്ചിരി മാറ്റി വെച്ചപ്പോ അതും കൂടി എടുത്ത് തിന്ന്. കൊതിയാണ് കാട്ടുകൊതി. ഇതേ ഫുഡിന്റെ തന്നെ, അല്ലാണ്ട് ഗ്യാസിന്റെ അല്ല. ഞാൻ കൊണ്ടുവന്ന ഗുളി കഴിച്ചിട്ട് ഗ്യാസ് മാറിയല്ല. അതെ, പക്ഷെ ഇതിപ്പോ വയറെല്ലാം ഇളകിപ്പോണ്. ഈ ഒരു കാര്യം ചെയ്യ്, വയറിളക്കം നിൽക്കാനുള്ള ഒരു ഗുളിക മേടിച്ചിട്ട് വേഗം. വയറിളക്കം നിൽക്കാനുള്ള ഗുളിക? മനുഷ്യരോട് തരുന്ന ഉറങ്ങാനും തമ്മ. ഈ ഏമ്പൊക്കെയുള്ള മനുഷ്യരൊക്കെ കപ്പയും കണ്ടിട്ടില്ലാത്തവരോ. റൊണാൾഡേ,
എന്തായാലും ചേച്ചി എവിടെ പോണ? ആ നമ്മുടെ ഗിരിരാജമാവന് കപ്പയെ കറിയിലൊക്കെ കണ്ട ആക്രാന്തം പോലെ എടുത്ത് കഴിച്ചിട്ട് വേമ്പക്കോ നെഞ്ചുരുക്കലും ഗ്യാസിന്റെ പ്രശ്നം ഗുളി കടിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ. അയ്യോ എങ്കിൽ പിന്നെ എനിക്കും കൂടെ ഒരു ഗുളിക വാങ്ങിച്ചോണ്ട് തരുമോ? ഒന്ന് കപ്പ ഒഴിച്ച് ഗ്യാസ് കയറി. എന്റെ പൊന്നെ, തമ്പിച്ചേട്ട എവിടുന്നോ ഒരു പൂച്ച എടുത്തോണ്ട് വന്നു. അതെല്ലാം മീനും അതും ഇതും കൂടെ തിന്നിട്ട് വയറ് കയറി പെരുവിയിരിക്കണം. അതിനും ഇത് പോണില്ല, വയറിന് കയറി പെരുവിയിരിക്കുകയല്ലേ. അപ്പൊ ഇളക്കത്തിനെ മെഡിക്കൽ സ്റ്റോറിൽ പിന്നെ വെറ്റിനറിയിലെ ചോദിച്ചാൽ മതി. ഓ അത് പൂച്ചയുടെ വയറ്റിൽ മറക്കല്ലേ. ആലോചിച്ചോണ്ടിരിക്കാതെ അമ്മാവന്റെ വയറിളക്കം നിൽക്കാള് ഗുളിക മേടിച്ചിട്ട് വാങ്ങി പോയി. ചെല്ല് പോ. വയറിളക്കം നിൽക്കാനുള്ള ഗുളിക ആ മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞാ മതി. കൊണ്ടു അതാ വീണ്ടും തിളയ്ക്കണം. തട്ടിപ്പ് പോകാനും ചെയ്യൂ. Audience.